ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. പൂക്കൂട്ടുംപാടം മാരിഗോൾഡ് അവതരിപ്പിക്കുന്നു മാരിപ്പൊന്ന് 2025. കൂടുതൽ വിവരങ്ങൾക്ക് 04931200916. മാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കാളികാവ് റോഡ്, പൂക്കൂട്ടുംപാടം. കാലിൽ പരിക്കേറ്റ് കാട്ടാന അവശനിലയിൽ തുടരുന്നു. മരുന്ന് നൽകി വനം വകുപ്പ്. നിലമ്പൂർ പോത്തുകൽ പഞ്ചായത്തിലെ കവളപ്പാറയിലാണ് കഴിഞ്ഞ 2 ആഴ്ചയിലേറെയായി കാട്ടാന കാലിന് പരിക്കേറ്റ് അവശനിലയിൽ തുടരുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ചികിത്സ നൽകാൻ വനം വകുപ്പ് തയ്യാറായില്ല. കാട്ടാനയുടെ ദയനീയാവസ്ഥ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെയാണ് കാട്ടാനയ്ക്ക് മരുന്നുൾപ്പെടെ വനപാലകർ നൽകി തുടങ്ങിയത്. നിലവിൽ വനം വകുപ്പിന്റെ വെറ്ററിനറി ഡോക്ടർ ഉൾപ്പെടെ സ്ഥലത്തെത്തി ചികിത്സ നൽകുന്നുണ്ട്. പൈനാപ്പിളിൽ മരുന്ന് നൽകാൻ ശ്രമിച്ചെങ്കിലും കഴിക്കാൻ തയ്യാറായില്ലെന്നും പിന്നീട് ചക്ക ചെറിയ കഷ്ണങ്ങളാക്കി നൽകിയപ്പോഴാണ് കാട്ടാന കഴിച്ചു തുടങ്ങിയതെന്നും സമീപത്തെ സ്ഥലമുടമയായ രാജേഷ് പറഞ്ഞു. നിലമ്പൂർ റേഞ്ച് കാഞ്ഞിരപ്പുഴ വനം സ്റ്റേഷൻ പരിധിയിലെ കവളപ്പാറ ഭാഗത്ത് വനാതിർത്തിയോട് ചേർന്ന ഭാഗത്താണ് നിലവിൽ ആനയുള്ളത്. ഇപ്പോഴും കാട്ടാനയുടെ പിൻകാലിലെ മുറിവുൾപ്പെടെ ഉണങ്ങിയിട്ടില്ല. കാട്ടാനയെ സുരക്ഷിതമായ സ്ഥലത്തെത്തിച്ച് മരുന്ന് നൽകിയാൽ പൂർണ്ണ ആരോഗ്യത്തോടെ കാട്ടാനയെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. എന്നാൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും വെറ്ററിനറി ഡോക്ടറും സ്ഥലത്തെത്തി ഓരോ ദിവസവും മരുന്ന് നൽകി വരികയാണ്. ആരോഗ്യനില വീണ്ടെടുക്കാത്തതിനാൽ കാട്ടാന ഉൾക്കാട്ടിലേക്ക് പോകാൻ തയ്യാറാകുന്നില്ല. നിലവിൽ ആന ശാന്തനാണെന്നും രാജേഷ് പറഞ്ഞു. നിലമ്പൂർ വനമേഖലയിൽ കാട്ടാനകൾ ചുരുന്ന സംഭവങ്ങൾ കൂടി വരികയാണ്. പരിക്കേൽക്കുന്ന ആനകളെ കണ്ടെത്തി ഫലപ്രദമായ ചികിത്സ ഉറപ്പാക്കിയാൽ കാട്ടാനകൾ ചുരിയുന്ന കാര്യത്തിൽ കുറവുണ്ടാകും. കൃഷിയിടത്തിലെ തെങ്ങ് മറച്ചിടുന്നതിനിടയിൽ തെങ്ങ് വീണ് വൈദ്യുതി തൂൺ കാട്ടാനയുടെ കാലിലേക്ക് വീണാണ് പരിക്കേറ്റത്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. പോത്തുകല്ലിന്റെ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി സാറ ഗോൾഡൻ ഡയമണ്ട് പോത്തുകല്ലിൽ പ്രൗഢിയോടെ തിളങ്ങും ഇനിയെന്നും പോത്തുകൽ. സാറ ഗോൾഡൻ ഡയമണ്ട്, ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, പോത്തുകൽ. 1-ാം വർഷം ഒന്നിച്ചൊന്നായി ആഘോഷിക്കാം. 1000 രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 50 ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് കോയിനുകൾ വീതം സ്വന്തമാക്കാം.